24 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും, എൻ്റെ ബ്രദർ നിഷാദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും, എൻ്റെ സിസ്റ്റർ സെരീനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഈ 3 ആൾക്കും ഒരുപോലെ പ്രാർത്ഥിക്കുന്ന 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നത് ഉമ്മയിപ്പയാണ്. അവരോടുള്ള കടപ്പാട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാക്കുകൾ കൊണ്ടോ നമ്മളെ ഒരു മനസ്സെന്ന് പറയുന്നത് നമ്മളാണ്. എങ്ങനെയാണ് ഗോൾഡിലേക്ക് എത്തുന്നത്? അപ്പൊ ഇങ്ങനെ കൂടി വന്നപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു ജ്വല്ലറി തുടങ്ങിക്കൂടാന്നാണ് അമ്മാവനാണ് ഈ ഒരു പ്രപ്പോസലായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് നമുക്കൊരു ചെറിയൊരു പ്രതിസന്ധി ഉണ്ട്. ആ പ്രതിസന്ധി എന്താണെന്ന് പറയുന്നില്ല. നമ്മളൊരു ടീം ഒരു ഫിനാൻഷ്യലി ഒന്ന് ഇതാക്കി. വീണ്ടും നമ്മളെ പേരൻ്റ്, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പയും ഒരു പറമ്പ് വീണ്ടും വിറ്റു. അന്ന് ഒരു പറമ്പ് വിറ്റിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത് കൊപ്പരയിൽ ഒരു 3 ലക്ഷം രൂപ. വീണ്ടും ഒരു 5 ലക്ഷം രൂപയ്ക്ക് ഒരു പറമ്പ് വിറ്റു. ആ പൈസയാണ് അന്ന് മലബാറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് വാപ്പാനോടും ഉമ്മാനോടാണ്. അവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും തന്നെയാണ് താങ്കളുടെ വളർച്ച. അതെ. അപ്പം ഉമ്മക്ക് ഡെയിലി 24 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും, എൻ്റെ ബ്രദർ നിഷാദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും, എൻ്റെ സിസ്റ്റർ സെരീനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഈ 3 ആൾക്കും ഒരുപോലെ പ്രാർത്ഥിക്കുന്ന 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നത് ഉമ്മയിപ്പയാണ്. അവരോടുള്ള കടപ്പാട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാക്കുകൾ കൊണ്ടോ നമ്മളെ ഒരു മനസ്സെന്ന് പറയുന്നത് നമ്മളാണ്. ഒരു ചെറിയ പനി വലിച്ചാൽ തന്നെ ഒരു 10 പ്രാവശ്യം വിളിച്ചിട്ട് ചോദിക്കുക എന്തായി, നീ ശ്രദ്ധിക്കണം എന്നുള്ളത് പറയുന്ന ഉമ്മയും ബാപ്പയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഉമ്മ ഇപ്പയും തന്നെയാണ്.